കാണിച്ചു കൊടുത്തു നമ്രൂദ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പോൾ അതിനെ തിരുത്തിയത്. ആ ചർച്ചയിലേക്ക് പോകാൻ ഇവിടെ സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരാളുടെ നാവാണ് നിയമമെങ്കിൽ അതിന് ഏകാധിപത്യം എന്ന് പറയും. ഒരു പ്രത്യേക വംശത്തിൻ്റെ ഹിതമാണ് അവിടെ നടപ്പാക്കപ്പെടുന്നതെങ്കിൽ, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ആ വംശത്തിൻ്റെ അല്ലെങ്കിൽ ആ വർഗത്തിൻ്റെ ആധിപത്യം എന്ന് പറയും. ഒരു പ്രത്യേക ദേശക്കാരുടെ മേധാവിത്വമാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു, അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഇവിടുത്തെ കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയമവ്യവസ്ഥിതിയാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത്. ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ മേധാവിത്വം എന്ന് നമ്മൾ പറയുന്നു. ഇതുപോലെ ഖുർആനും സുന്നത്തുമാണ് നിയമത്തിൻ്റെ ഉറവിടമെങ്കിൽ ശരിതെറ്റുകൾ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനും പ്രവാചകനും വകവെച്ചു കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഇസ്ലാമിക രാഷ്ട്രീയം എന്നും പറയും. അപ്പോൾ ശരിതെറ്റുകൾ തീരുമാനിക്കാനുള്ള അധികാരമാർക്ക് എന്ന ചോദ്യത്തിന് അത് ഭൂരിപക്ഷത്തിന് എന്ന ഒരു മറുപടി സുസമ്മതമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ അത് ഭൂരിപക്ഷത്തിനല്ല, അത് പ്രപഞ്ചനാഥനാണ് എന്ന ഒരു വൈജ്ഞാനികമായ ഒരു പുതിയ കാര്യം പറഞ്ഞുകൊണ്ട്, ഒരർത്ഥത്തിൽ പുതിയ കാര്യം പറഞ്ഞുകൊണ്ട്, വേറൊരർത്ഥത്തിൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പഴയ കാര്യം പുറത്തെടുത്ത്, പൊടി തട്ടി പുറത്തെടുത്ത് ശക്തിയായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലിടപെട്ടു സയ്യിദ് അബുൽ അല മൗദൂദി. അതിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറന്നു വീണിട്ടുള്ളത് തന്നെ രാഷ്ട്രീയമായ ഭൂമികയിലാണ്, മതത്തിൻ്റെ മടിത്തൊട്ടിലല്ല എന്ന് കാണാവുന്നതാണ്. രാഷ്ട്രീയമായ ഭൂമികയിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തിൽ നിന്നോ മതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നോ വേർപെടുത്താനാവാത്ത ഒന്നാണ് എന്ന് നമുക്ക് ഈ വഴിയെ ചിന്തിച്ചാൽ കാണാൻ സാധിക്കും. കാരണം തൗഹീദ് എന്ന് പറയുന്നത് ഏകനായവർ അള്ളാഹുവിനെ ആരാധിച്ച് വണങ്ങി വഴങ്ങി വിധേയനായി അങ്ങനെ മതമേഖലയിൽ ഒതുങ്ങിയിരിക്കുന്ന പരിപാടിക്കല്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചില പരാമർശങ്ങൾ ഈ തലത്തിൽ നടത്തിയിട്ടുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം അതിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഇടപെടാനുള്ള തീരുമാനത്തെപ്പറ്റിയോ അല്ലെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്ന തീരുമാനത്തെപ്പറ്റിയോ ചിന്തിക്കാൻ. അത് ഒരു പുതിയ 19 കൊല്ലം പുറന്തിരിഞ്ഞു നിന്നിട്ട് വോട്ടൊന്നും ചെയ്യാത്തൊരു കൂട്ടരല്ലേ. അപ്പോൾ വോട്ട് ചെയ്യാതിരുന്നത് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടല്ല, നിലവിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായ കൃത്യമായ ഒരു രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ തീരെ രാഷ്ട്രീയം വേണ്ട, തെരഞ്ഞെടുപ്പ് വേണ്ട, വോട്ടിംഗ് വേണ്ട, പാർലമെന്റും നിയമസഭയും വേണ്ട, വക്കീലും ജഡ്ജിയും പോലീസിലും പട്ടാളത്തിലും ഈ സംഘടനക്ക് ആള് വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒന്നും പറ്റാത്ത ഒരു കൂട്ടർക്ക് എല്ലാം പറ്റുന്ന അവസ്ഥയിലേക്ക് പൊടുന്നനെ മാറി എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് നിലവിലുള്ളതൊന്നും വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ആ കൃത്യമായ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് ക്രമേണ ഈ സാമൂഹിക വ്യവസ്ഥിതിയെ മാറ്റിയെടുക്കാൻ മാത്രം സംഘടനയ്ക്ക് കുറേശ്ശെ ജനസ്വീകാര്യതയുണ്ടാകുമ്പോൾ, കുറേശ്ശെ വളർച്ചയുണ്ടാകുമ്പോൾ, ശക്തിയുണ്ടാകുമ്പോൾ അതനുസരിച്ച് നമ്മൾ ചുവടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് നിലവിലുള്ള ഈ ജാഹിലിയ വ്യവസ്ഥിതിക്കെതിരിൽ പരിപൂർണമായും ജമാഅത്തെ ഇസ്ലാമി പുറംതിരിഞ്ഞു നിന്നിട്ടുള്ളത്. അതല്ലാതെ രാഷ്ട്രീയം ഒരു വിലക്കപ്പെട്ട കനിയായതുകൊണ്ടല്ല. പൊതുവെ ആളുകൾ തിരിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞതും ഉദ്യോഗത്തിൽ പോകണ്ട എന്ന് പറഞ്ഞതും, ഉദ്യോഗത്തിൽ പോകണ്ട എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്ന് വിശദീകരിക്കാൻ ഞാനിവിടെ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം അതിലേക്കൊക്കെ പോകുമ്പോൾ അത് വലിയ ചർച്ചകളിലേക്ക് വഴി തുറക്കുന്നതാണ്. അതിന് നമ്മുടെ സമയക്രമം അനുവദിക്കില്ല. അപ്പോൾ ഇങ്ങനെ പലതും വേണ്ട എന്ന ഒരു നിലപാട് ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടുള്ളത് അതിന് രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും തികഞ്ഞ അലർജിയും വെറുപ്പുമുള്ളത് കൊണ്ടാണ് എന്ന് ധരിക്കാൻ പാടില്ല. പകരം വേറെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് നിലവിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും രണ്ടായിരിക്കെ ഇത് രണ്ടും രണ്ടാണെന്ന് ആളുകൾക്ക്, പൊതുജനങ്ങൾക്കും മനസ്സിലാകണം, അകത്ത് പ്രവർത്തകർക്കും മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാകണമെങ്കിൽ കുറച്ചു കാലം ഈ നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ദൂരെ നിന്ന് നോക്കിക്കാണണം. അങ്ങനെ ജമാഅത്ത് പ്രവർത്തകർ കുറെ കാലം നിലവിലുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ ഏർപ്പെടാതെ ദൂരെ നിന്ന് നോക്കിക്കണ്ടു. അതിനനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി നാട്ടിൻ്റെ സ്ഥിതിഗതികളിൽ മാറ്റം വന്നു, പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും പ്രസ്താവയോഗ്യമായ മാറ്റങ്ങൾ ഉണ്ടായി. ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് പിന്നീട് ക്രമേണ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഈ നാടിനെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് എന്ന നിലപാടിലേക്ക് പ്രസ്ഥാനം എത്തിയതും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളതും. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ചയും
രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചതും തമ്മിൽ ഒരു നിലക്ക് ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ തങ്ങളുടെ ഗതി എന്താകും എന്ന് ഓരോരുത്തരും സ്വയം ബേജാറാവുകയാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ അലകും പിടിയും അതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതിപ്പോഴും ആലോചനയിലും ചർച്ചയിലും പഠനത്തിലും ഇരിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ആവശ്യത്തിന് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ മുന്നൊരുക്കങ്ങൾ എന്ന് തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ ഈ വിഷയങ്ങൾ പുറത്തു വന്നു എന്ന ഒരു പരിമിതി ഈ ചർച്ചക്കുണ്ടായി എന്നതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ മീഡിയകൾ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ വിവരങ്ങൾ മൂടിവെക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തീരുമാനിച്ച് ആഭ്യന്തര രംഗത്ത് നടക്കുന്ന ഒരുക്കങ്ങൾ അതിൻ്റെ അതേ സമയത്ത് പുറത്തു വന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇതാ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ആ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നതിനപ്പുറം ആ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപം ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. പഞ്ചായത്തി രാജ് ബില്ല് പ്രകാരം നടക്കുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഏർപ്പെടാനുള്ള തീരുമാനം ജമാഅത്തെ ഇസ്ലാമി 1990-കളിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. പല ചർച്ചകളും ആ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിന് മുമ്പ് ആന്ധ്രയിലും ബീഹാറിലും പല പ്രദേശങ്ങളിലും ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ വിഷയമല്ല. യഥാർത്ഥത്തിൽ പഞ്ചായത്തി രാജിന്റെ വിഭാവന പ്രകാരം തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായ ഒരു സംഗതിയല്ല. രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർ നിലവിലുള്ള മുന്നണി ബന്ധങ്ങൾക്ക് വിരുദ്ധമായ പല വിചിത്ര കൂട്ടുകെട്ടുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകാറുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമിയെ അടുപ്പിക്കുകയും തൊടിക്കുകയും ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച ആളുകളും പഞ്ചായത്ത് തലത്തിൽ പല വാർഡുകളിലും നോക്കിയാൽ അടുപ്പിക്കുകയും തൊടിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരും. നമ്മളും സന്നദ്ധമാണെങ്കിൽ ആ കാര്യങ്ങൾ ആ വഴിക്ക് നടക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു സജീവ രാഷ്ട്രീയ വിഷയമായിട്ടല്ല ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ നിർവഹണത്തിനുള്ള ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏർപ്പെടാൻ മെമ്പർമാർക്ക് അതിൻ്റെ അംഗങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുള്ള അനുവാദം ജനകീയ മുന്നണികളോ അതുപോലെ പൊതുവിഷയങ്ങളിൽ ജനകീയ വിഷയങ്ങളിൽ താല്പര്യമുള്ളവരെ കൂട്ടി ജനകീയമായ ഇതിൽ ഇടപെടാനുള്ള ഈ തീരുമാനം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനവും തമ്മിൽ നേർക്കുനേരെ ബന്ധമുള്ള കാര്യമല്ല. അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന സന്നദ്ധ സംഘടനകൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പഞ്ചായത്തി രാജ് സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ അത്രയും സുതാര്യവും വിചിത്രവും പിന്നെ വിശാലവുമാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഏറ്റവും നല്ല ഒരു കറവപ്പശുവായിട്ടാണ് പഞ്ചായത്ത് സംവിധാനത്തെ കാണുന്നത്. ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ കക്ഷിഭേദങ്ങളില്ലാതെ സുഖസുന്ദരമായി ഇവർ വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലേശമൊക്കെ അവരവരുടെ പ്രവർത്തകരായ ആളുകൾക്ക് കൊടുക്കും. പാവങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ജനനവും മരണവും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്രം മാത്രമാണ്. അവിടെ പോയി ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രസവിക്കുന്നതിനേക്കാളും പ്രയാസമുള്ള കാര്യമാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കൽ എന്ന മട്ടിലാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഇരിപ്പും നടപ്പും കിടപ്പും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ യഥാർത്ഥത്തിൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ജനജീവിതവുമായിട്ടൊരു സജീവ ബന്ധമുള്ള കാര്യമല്ല. പക്ഷേ പഞ്ചായത്തി രാജിൻ്റെ വിഭാവന അനുസരിച്ച് പഞ്ചായത്തുകൾക്ക് നല്ല അധികാരമുണ്ട്. പലതും നിരോധിക്കാൻ അവർക്ക് കഴിയും. മദ്യം വേണമെങ്കിൽ ഒരു പഞ്ചായത്തിന് നിരോധിക്കാം എന്നതുപോലെയുണ്ട് അധികാരങ്ങൾ. അങ്ങനെയാണ് ഈ പാൻ പരാഗ് പോലെയുള്ള സാധനങ്ങളും ഒരുപാട് സംഗതികളും പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളും നേരത്തെ തന്നെ ഗവൺമെൻറ് സ്റ്റേറ്റ് ലെവലിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചായത്തുകൾ അവരുടെ അധികാരം വെച്ചുകൊണ്ട് ആ വിഷയത്തിൽ തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ സേവനത്തിൻ്റെ നന്മ കൽപ്പിക്കുന്നതിൻ്റെയും തിന്മ വിരോധിക്കുന്നതിൻ്റെയും ജനസേവനത്തിൻ്റെയും ഒക്കെ നല്ല ഒരു രംഗമാണ് ഈ പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ എന്നാൽ പിന്നെ നേരത്തെ തന്നെ ഇത് തുടങ്ങിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് ആവശ്യമായ പ്രാപ്തരായ ആളുകളും അംഗബലവുമില്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ കഴിയില്ല എന്ന ഒരൊറ്റ തിരിച്ചറിവ് മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ കുറേ അധികം മടിച്ചു നിന്നിട്ടുള്ളതും പിറകോട്ട് നിന്നിട്ടുള്ളതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു സജീവ രാഷ്ട്രീയമായ ഒരു ഇടപെടലായിട്ട് കാണേണ്ടതില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രംഗപ്രവേശനത്തിൻ്റെ ഒന്നാമത്തെ വേദിയായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള ഈ തീരുമാനത്തെ കാണുകയാണ്. അങ്ങനെ അവർ കാണുന്നതിൽ നമുക്ക് ബേജാറൊന്നുമില്ല. പക്ഷേ അങ്ങനെ കണ്ടത് കൊണ്ട് നമുക്കല്ല ബേജാറ്, ഈ കണ്ടവർക്ക് തന്നെയാണ്.
അതായത് രാഷ്ട്രീയാതീതമായ ഒരു സംരംഭമായി ഈ പഞ്ചായത്തി രാജിനെ കണ്ടുകൊണ്ട് നമ്മളെടുത്ത തീരുമാനത്തെ യഥാർത്ഥത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഇടപെടലായി ഇവർ സ്വയം വിലയിരുത്തിയതുകൊണ്ട്, വിശകലനം ചെയ്തതുകൊണ്ട്, സ്വയം അവർ കൊണ്ടത് ആവശ്യത്തിലധികം ടെൻഷൻ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായി. ആ ടെൻഷനാണ് ഇവിടെ പല പ്രസ്താവനകളുമായിട്ട്, പല രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട്, ആരോപണ പ്രത്യാരോപണങ്ങളായിട്ട് ഇന്നും പത്രമാധ്യമങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ. അതിൽപ്പെട്ടത് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള ഘടകം എന്ന് പ്രത്യേകം പറയണമെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നാലും ശരി, കേരള ഘടകത്തിൻ്റെ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത് മുസ്ലിം ലീഗ് ഈ വിഷയങ്ങളൊക്കെ വളരെ ശക്തമായി